ഞാൻ ഈ മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞു പോകുന്നത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ്. സൈക്കിളിന്റെ ബാക്കിലിരിക്കുമ്പോ എന്തിനാ ഹെൽമെറ്റ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അമ്മ എന്നെ പകുതി വരെ വിട്ടിട്ട് പോയി, ബാക്കി വിളിക്കാനാ അവള് സൈക്കിളും കൊണ്ടുവന്നത്. പോകുന്ന വഴി നല്ല അടിപൊളി താറാവ് കൂട്ടങ്ങളൊക്കെ കണ്ടു. അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതി. ഇവിടെ എത്തിയപ്പോ തന്നെ കേക്കെല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഈ കേക്കിലെ ഓരോ ചെറിയും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി എണ്ണി വെച്ചേക്കോ. ഓരോ എണ്ണ അങ്ങോട്ടും അങ്ങോട്ടും മാറിയാ അടിയായിരിക്കും. അയ്യോ, നമ്മൾ എന്തിനാന്ന് കൂടിയെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് വെക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേൾക്കാത്തതുമായ ഒരു ഫുഡാണ്. വേറൊന്നുമല്ല, നമ്മുടെ പിടിയും കോഴിക്കറിയും. കോഴിക്കറി കഴിച്ചിട്ടുണ്ട്, പക്ഷെ പിടി നമ്മുടെ ഇവിടെ അത്ര ഫേമസ് അല്ല. അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി ഇന്നത് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് കരുതി. തേങ്ങാപ്പാലെടുക്കാൻ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ എടുത്തോണ്ട് വന്ന പാത്രം കണ്ടോ, എന്നിട്ട് നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുക. തേങ്ങ പൊട്ടിക്കാൻ നേരത്തെ ഇതിൽ പൊങ്ങണ്ടെന്നാ കരുതിയത്, പക്ഷെ പൊങ്ങി കുറച്ചേ ഉള്ളായിരുന്നു. ബാക്കി തേങ്ങാ വെള്ളം കുടിച്ചങ്ങ് സമാധാനിച്ചു. ഇപ്പൊ നമ്മുടെ പാചക ഗുരുവായ യൂട്യൂബിനെ അങ്ങോട്ട് ഓൺ ആക്കി വെച്ചിട്ട് നമ്മളിതേ പിടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം റീൽസ് കണ്ടോണ്ടിരുന്നപ്പോ അതിൽ വന്നതാ ഈ പിടിയുടെ റെസിപ്പി. ആ വീഡിയോ കണ്ടപ്പോ തൊട്ട് എങ്ങനെങ്കിലും പിടി ഉണ്ടാക്കി കഴിക്കണം എന്നായിരുന്നു മനസ്സിലെ ചിന്ത. പിന്നൊന്നും നോക്കിയില്ല, എല്ലാരും കൂടെ അങ്ങോട്ട് പിടി ഉണ്ടാക്കാൻ തുടങ്ങി. വിചാരിച്ചത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഇത് ഉണ്ടാക്കാൻ. നമ്മുടെ ഇടിയപ്പത്തിന്റെ പൊടി അങ്ങോട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി കൊടുക്കണം. ബോൾസ് ആക്കിയിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ ഒന്ന് കുറുക്കിയെടുത്താൽ സംഭവം സെറ്റാവും. ഇവിടെ ദേ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇത് തിളച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാരും ഉലുവ ഏതാ കടുക് ഏതാന്ന് തിരിച്ചറിയാത്ത ആൾക്കാരായതുകൊണ്ട് മാളുവിന്റെ അമ്മ ഞങ്ങളെ പിടി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, പിടി, കപ്പ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി നമ്മൾ നല്ലൊരു പിടി പിടിച്ച്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.